CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരാൻ ധാരണ. ദേശീയ കൗൺസിൽ ഇതിന് അംഗീകാരം നൽകി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് മാത്രം ഇളവ് എന്നാണ് സൂചന. Everything unanimous. Everything unanimous. Yes. So why this delay, sir? This much delay? So from evening we are. That is why it is unanimous. Without discussion, how it is possible? So are we waiting for any unanimous? No. Everything, even conceive also 9 months she carries, then she delivers. How then she will be happy. Like that we discuss seriously, then resolve everything peaceful. No problem. There are some discussion on exception and age limits. We have given exemption for Raja. ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഡി രാജ തന്നെ CPI ജനറൽ സെക്രട്ടറിയായി തുടരും. പ്രായപരിധിയിൽ ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ നാളെ ഇപ്പോൾ വീണ്ടും യോഗം ചേരുന്നുണ്ട് കൗൺസിൽ. അതിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണോ? എന്താണ് ഇത്രമാത്രം വൈകിയും ഈ യോഗം നീണ്ടുപോകാനുള്ള കാരണം? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ കെ നാരായണ തന്നെയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലാണ് ഈ ദേശീയ സെക്രട്ടേറിയറ്റിൽ പ്രായപരിധിയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരാൾക്ക് മാത്രമാണ്, അത് ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് മാത്രമാണ് ഇളവ് നൽകുക. അദ്ദേഹം തുടരും എന്ന കാര്യവും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് 4 പേർ പ്രായപരിധി മാനിച്ചുകൊണ്ട് പുറത്തു പോകുന്ന 75 വയസ്സ് പ്രായമായ ആളുകളിൽ അദ്ദേഹവും ഉൾപ്പെടുന്നുണ്ട്. ഡോക്ടർ കെ നാരായണ, ഒപ്പം തന്നെ പല്ലബ് സെൻ ഗുപ്ത, ഇതുകൂടാതെ അസീസ് പാഷ, നാഗേന്ദ്രനാഥ് ഓജ എന്നീ 4 പേരായിരിക്കും ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും 75 വയസ്സ് പ്രായപരിധി മാനിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തു പോകുക. പകരം പുതിയ 4 അംഗങ്ങളെ തെരഞ്ഞെടുക്കും. ഈ കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ധാരണയാണ് ഇന്ന് 4 മണിക്കൂറോളം ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലും പിന്നീട് ഏതാണ്ട് നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ദേശീയ കൗൺസിൽ യോഗത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം നാളെയായിരിക്കും ഉണ്ടാവുക. നാളെ വീണ്ടും ദേശീയ എക്സിക്യൂട്ടീവും ദേശീയ കൗൺസിലും യോഗം ചേരുന്നുണ്ട്. 8 മണിക്ക് എക്സിക്യൂട്ടീവും 9 മണിക്ക് കൗൺസിൽ യോഗവും ചേരും. ഇന്ന് ചർച്ചകൾ നീണ്ടുപോകാനുള്ള കാരണമായി വിശദീകരിക്കുന്നത് ഇന്ന് ഓരോ ഈ പ്രായപരിധിയെ തുടർന്ന് മാറുന്ന അംഗങ്ങൾക്ക് പകരമായി ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള കോട്ട നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ 30% 50 വയസ്സിൽ താഴെയുള്ള ആളുകൾ തുടങ്ങിയ ഈ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന കോട്ട സംബന്ധിച്ചുള്ള ധാരണയിൽ എത്തുന്നതിന് വേണ്ടിയാണ് സമയം എടുത്തത് എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. ഇനി സംസ്ഥാനങ്ങളായിരിക്കും ഈ ഒഴിവുകൾ ലഭിച്ച അല്ലെങ്കിൽ കോട്ട ലഭിച്ച ഈ സംസ്ഥാനങ്ങളായിരിക്കും അതിൽ ആരെല്ലാം ആണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന പട്ടിക എക്സിക്യൂട്ടീവിന് മുന്നിൽ വയ്ക്കുക. തുടർന്ന് അത് എക്സിക്യൂട്ടീവ് അംഗീകരിക്കുകയും തുടർന്ന് കൗൺസിലിന്റെ അന്തിമ അംഗീകാരത്തിന് നൽകുകയും ചെയ്യും. തുടർന്ന് CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജനെ തുടരാൻ ധാരണയായിരിക്കുന്നു എന്ന വാർത്തയാണ്, ബ്രേക്കിംഗ് വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിൽ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് മാത്രമായി ആ പ്രായപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.